സംഗതി ലൈവാണ് ബൈ. വേഗം വന്നോ. ഇനി സന്തോഷേനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് സന്തോഷേന്റെ തന്നെ ആ ഒരു ഇതിൽ മീഡിയയിൽ തന്നെ ജേർണലിസം പഠിച്ച് ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ആരാ അത്? ശാരിക എന്നാണ് പേര്. നമുക്ക് അവരെയും കൂടെ വിളിക്കാം. വരും ശാരിക. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറിന്റെ വലിയൊരു ആരാധികയാണ് ഞാൻ, ശാരിക. ചെറുപ്പം തൊട്ടെ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. സാറിന്റെ ഷോസ് ഒക്കെ ഞാൻ എന്റെ ഡിഗ്രി ഫൈനൽ ഇയർ തൊട്ട് കാണുന്നതാണ്, 2004 തൊട്ട്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ സാറിന്റെ കടുത്ത ആരാധികയാണ്. ശരി, എന്താണ് സന്തോഷേന്റെ അടുത്ത് ചോദിക്കാനുള്ളത്? ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടോ സാർ? ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഗുണവും ദോഷവും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്കാണ് കുട്ടികൾ ഇപ്പോൾ കഴിക്കുമ്പോഴായാലും സ്കൂളിലായാലും എന്ത് കാര്യത്തിന് കുഞ്ഞുങ്ങൾ മൊബൈൽ വെച്ചിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു റീഡിങ്ങിൻ്റെ, അതായത് നമ്മൾ പുസ്തക വായന കുറവായതുകൊണ്ടാണോ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് മാറുന്നതെന്ന് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. വായന കുറയുന്നതുകൊണ്ട് ഇതിലേക്ക് മാറുന്നതല്ല. പുസ്തക വായന ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് അല്ലെങ്കിൽ എൻ്റെ ബാല്യകാലത്തും ഒക്കെ പുസ്തക വായനയായിരുന്നു പ്രധാന വിനോദം. അല്ലെങ്കിൽ കുറച്ച് അറിവ് നേടാൻ, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് അറിയാൻ, കൗതുകങ്ങൾ നേടാനൊക്കെ ഏറ്റവും നല്ല മാർഗ്ഗമായിരുന്നു. ഇന്നത് വേണ്ട. ഇനി മൊബൈൽ ഫോണിൽ ഇതെല്ലാം കിട്ടും. ഓഡിയോയും വീഡിയോയും വായനയും പടം കാണലും സിനിമ കാണലും ട്രോളുകളും ഒക്കെ ആയിട്ട് ഏറ്റവും ആസ്വാദ്യമായ സാധനം അതല്ലേ. ഏറ്റവും ആസ്വാദ്യമായ ഒരു സാധനം കയ്യിലിരിക്കെ അത്ര ആസ്വാദ്യം അല്ലാത്ത ഒന്നിന്റെ പുറകെ ആരെങ്കിലും പോകുമോ? അതല്ല ഉദ്ദേശം. അപ്പം നമ്മുടെ സൊസൈറ്റിയിലെ യുവതലമുറ നാർസിസത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ടോ എന്ന് സാർ ചിന്തിക്കുന്നുണ്ടോ? നാർസിസന്റെ ആണെന്ന് സാറിന്റെ ഒരു കാഴ്ചപ്പാട്? അങ്ങനെ തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? കാരണം ഈ സമൂഹത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമല്ലോ. 70 വർഷം മുമ്പത്തെ സാഹചര്യത്തിൽ ജീവിച്ച പോലെ ഇന്നത്തെ മനുഷ്യർ ജീവിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. നമ്മൾ ജീവിച്ച അതേ ശൈലിയിലായിരിക്കണം ഇനി വരാനിരിക്കുന്ന ആളുകളും ജീവിക്കേണ്ടതെന്ന് നമ്മുടെ മാത്രം ഒരു ആഗ്രഹവും വ്യാമോഹമാണ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചാണോ ജീവിച്ചേ? അല്ല പിന്നെ നിങ്ങളുടെ മക്കൾ അങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? ഞാനത് ചോദിക്കരുതായിരുന്നു. ഇപ്പൊ ഒരുത്തന്റെ അടുത്ത് അവൻ ശരിയല്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവന്റെ തല്ല് മേടിച്ചോണ്ട് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ മൗനം വിദ്വാന് ഭൂഷണം. അവിടെ മിണ്ടാതിരിക്കുന്ന തന്നെ ബുദ്ധി. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത ഒരാളോട് പറയാതിരിക്കുന്നതന്നെയാണ് ബുദ്ധി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.